19-നായിരുന്നു. 4 PM സ്റ്റാർട്ടായിരുന്നു. അപ്പോൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഡെലിവറി ഡേറ്റ് വന്നിട്ട് 24th ആണ് കാണിച്ചത്. ഞാനിവിടെ അവൈലബിൾ അല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ പോയി വന്ന് കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്തപ്പോൾ 30th-നാണ് കണ്ടത്. 30th ഡെലിവറി ഡേറ്റ് ഒക്കെ കാണിച്ചിരുന്നു. ബട്ട് എനിക്ക് ലേറ്റ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ വൈകിയത്. ബട്ട് വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഇന്നലെ ഡെലിവർ ആയിട്ടാണ് പാക്കേജ്. ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. എനിക്ക് പൊട്ടിക്കാനായിട്ട് ഇങ്ങനെ എൻ്റെ കൈ ധരിച്ചുകൊണ്ടിരിക്കണേന്ന്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പൊട്ടിക്കാം. One eternity later. സോ ഞാൻ പെട്ടി ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ബൈ ദ ബൈ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. ആൻഡ് ദ ഓഫർ പ്രൈസ് ആൻഡ് എക്സാക്ട് പ്രൈസ് ഞാൻ സ്ക്രീനിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തേക്കാവേ. നമുക്ക് ഫസ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഇതാണ്. ഇങ്ങനെ ഒരു പേപ്പറിൻ്റെ ഒരു ഇതിലൊക്കെയാണ് ഇത് പ്രോഡക്റ്റ് കവർ ചെയ്ത് വന്നിരിക്കുന്നത്. ഇതെന്താ നോക്കാം. ഇത് മാർസിൻ്റെ സീൽ ദ ഡീൽ എന്ന് പറയുന്ന മേക്കപ്പ് ഫിക്സറാണ്. ഇത് ഞാൻ ബ്ലഷ് വിത്ത് ആഷിൽ ഐഷു ചേച്ചി ഓയിലി സ്കിന്നുകാർക്ക് പറ്റുന്ന മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ട് ഞാൻ വാങ്ങിച്ചതാണ് മാർസിൻ്റെ സീൽ ദ ഡീൽ മേക്കപ്പ് ഫിക്സർ എന്ന് പറഞ്ഞത്. ഇതിന് നാച്ചുറൽ ഫിനിഷ്, ലോങ് ലാസ്റ്റിംഗ് ആൻഡ് ബഡ്ജ് പ്രൂഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്തിട്ട് പറയാമേ. ഇപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സ്മെല്ല് നോക്കാം. വാവ്, നല്ല കളർ കോമ്പിനേഷൻ ആൻഡ് പാക്കേജ് ലുക്ക് സോ പ്രീമിയം. ഇത് എനിക്ക് ഫസ്റ്റ് ഒറ്റ നോട്ടത്തിൽ എങ്ങനെയുണ്ട് പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഇതിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ കൊടുക്കാതെ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇടാവേ. സോ നെക്സ്റ്റ് ആ സെയിം മാർസിൻ്റെ കൂടെ തന്നെ കവർ ചെയ്ത് വന്നൊരു ഇതാണ്. ഇത് റെനയുടെ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെർഫ്യൂമാണ്. ജസ്റ്റ് ട്രൈ ചെയ്യാനായിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇതിങ്ങനെ ഒരു പാക്കേജിലാണ് വരുന്നത്. ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൈസിലാണ്. നമുക്ക് സ്മെൽ എങ്ങനെയെന്ന് നോക്കാം. ഞാൻ പൊതുവെ പെർഫ്യൂംസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. എനിക്ക് മണം കേട്ട തലവേദന എടുക്കും. കുഴപ്പമില്ല, നല്ലൊരു ഫ്ലോറൽ സ്മെല്ലാണ്. അങ്ങനെ ഭയങ്കര കുത്തുന്ന സ്മെല്ലൊന്നുമല്ല കേട്ടോ. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ പ്രൈസസ്. ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാവേ. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് ബൈ റെനയുടെ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പാക്കേജ് തുറക്കാം. ഇതിൽ വന്നിട്ട് ഇതിലും 2 സാധനങ്ങളുണ്ട്. ഫസ്റ്റ് വി വിൽ ഗോ വിത്ത് ദിസ് വൺ. സോ ഇതും ഞാൻ ബ്ലഷ് വിത്ത് ആഷിൽ ഐശ്വര്യയുടെ സജഷൻ ആ വീഡിയോ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. റെനയുടെ ഒരു ബോളിവുഡ് ഫിൽട്ടർ പ്രൈമറാണ്. ഇൻസ്റ്റന്റ് ഫൈൻ ലൈൻ റിഡക്ഷൻ, ഫിൽട്ടർ ഫിനിഷ്, സ്മൂത്ത് സ്കിൻ. ഓ, ഇത് ഭയങ്കര ചെറുതാണല്ലോ അല്ലേ. ഐ തോട്ട് ദ ക്വാണ്ടിറ്റി വിൽ ബി മോർ. പക്ഷേ ഇത് കുറച്ചുള്ളൂ കണ്ടോ. ഇങ്ങനൊരു പാക്കേജിങ്ങിലാണ് വരുന്നത്. പ്രോഡക്റ്റ് ഭയങ്കര കുറച്ചുള്ള പോലെ ഫീൽ. ഞാൻ വലിയൊരു പാക്കേജിങ്ങാണ് വലിയൊരു ബോട്ടിലാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ട്രാവലിംഗ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. ഒരു കുട്ടി മിനി ക്യൂട്ടായിട്ടുണ്ട്. കളറൊക്കെ കാണാൻ നല്ല രസമുണ്ട്. സോ ഞാനിതും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാവേ. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്. ഇത് ഞാൻ ഹാവ് ബീൻ വെയിറ്റിംഗ് സോ ലോങ്. ഞാനിത് വിഷ് ലിസ്റ്റിൽ കുറേ നാളായിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ഇതൊരു കോംബോ പാക്ക് ആയിരുന്നേ. ഇത് ലോറിയൽ
വാങ്ങിച്ചത്. ഐ ഡോണ്ട് നോ, എനിക്ക് ഗ്രാമിലൊന്നും ഞാൻ ശ്രദ്ധിച്ചും കൂടി ഇല്ല. ഇതും ഭയങ്കര ഒരു സ്മോൾ മിനി സൈസാണ്. ഇപ്പോഴത്തെ മിനി സൈസാണോന്ന് അറിയില്ല, ക്വാണ്ടിറ്റി എത്രയുണ്ടെന്ന് അറിയില്ല. ഇത് 15 ml ആണ്. ഞാനങ്ങനെ മെഷർമെൻറ്റ്സ് ആൻഡ് ക്വാണ്ടിറ്റി ഒന്നും ചെക്ക് ചെയ്തിരുന്നില്ല. ഇത് ഞാനിങ്ങനെ എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിൽ ഞാൻ ആഡ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. I'll let you know the result and പറ്റാമെങ്കിൽ നമുക്ക് ഇത് വാങ്ങാലോ. ഇതാണ് നെക്സ്റ്റ് വൺ. This one. ഇത് വലിയൊരു ബോട്ടിലാണ്. ഓക്കെ, ഇതിൻ്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ. ദ തിങ് ഈസ്, എനിക്ക് ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ ചൊറിച്ചിൽ പോലെ അങ്ങനെ വരുന്നുണ്ട്, ചൊറിയാറുണ്ട്. ബട്ട് ഞാനത് മൈൻഡ് ചെയ്യാറില്ല. മേ ബി ചൂടുകൂരിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ച് വിട്ടു. കുറച്ച് നാൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ കാർട്ടിലിട്ടതിന് ശേഷം പിന്നെയാണ് ഞാൻ മിററിലൊക്കെ നോക്കുന്ന ഫുൾ ബോഡി ആക്നീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഇസ് ഗുഡ് ഫോർ. സാലിസിലിക് ആസിഡിൻ്റെ സിറംസ് യൂസ് ചെയ്യാറുണ്ട്. ഫേസിൽ പിമ്പിൾസ് ഒക്കെ വരുമ്പോൾ അത് ബ്ലഷ് ചെയ്യാനായിട്ട് നല്ലൊരു സിറമാണ് സാലിസിലിക് ആസിഡിൻ്റെ സിറം. അങ്ങനെ ഞാൻ എൻ്റെ ബോഡി ആക്നി ട്രീറ്റ് ചെയ്യാനായിട്ട് വാങ്ങിച്ചതാണ് ബി ബോഡി വൈസിൻ്റെ 1% സാലിസിലിക് ആസിഡ് ബോഡി വാഷ്. It will prevent body acne, exfoliate dead skin cells ഒക്കെയാണ് പറയുന്നത്. ആൻഡ് ഇതിൽ എഴുതിയിട്ടുണ്ട് സീ ബെസ്റ്റ് റിസൾട്ട്സ് ഇൻ 3 months. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇതിൻ്റെ റിവ്യൂ എന്തായാലും ഞാൻ ഉണ്ടാവും, ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന്. ബിക്കോസ് ഐ ഹാവ് ലോട്ട് ഓഫ് ആക്നി ഇൻ മൈ ബാക്ക് പോർഷൻ ഓഫ് മൈ ബോഡി. സോ ഇതെങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇതിൽ 700 ml ആണ്. ഇതിൻ്റെ MRP വന്നിട്ട് എഴുതിയിരിക്കുന്നത് 699 ആണ്. ചെക്ക് ചെയ്തിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാം. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പാക്കേജിലാണ്. ഇത് തുറന്നോക്കാം. ഇതിലും 2 സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് നോക്കാമേ. ഇതാണ് ഞാൻ ആ റിന്നി പെർഫ്യൂമിൻ്റെ കൂടെ എനിക്കൊരു ഫ്രീബി കിട്ടിയതാകില്ലേ. ആ ഫ്രീബി ഉണ്ട്. ഇത് എന്തൊരു ചെറുതാണെന്ന് നോക്കി. ഞാൻ വെച്ച് ലിപ്സ്റ്റിക്കാണ്. ഇത് ഡിസയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവരുടെ തന്നെ ആ സെയിം പെർഫ്യൂമിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേരിയൻ്റ് ആണ്. Oh my god, look at this. So cute. ഇത് സച്ച് എ ട്രാവൽ ഫ്രണ്ട്ലി പാക്ക്. നിങ്ങളുടെ ഒരു മറ്റേ സൈഡ് ബാഗിലൊക്കെ ഇടാൻ പറ്റിയ ഒരു സൈസാണ്. കൊള്ളാലേ, നല്ല രസമില്ലാണ്. സോ ക്യൂട്ട്. സോ ലെറ്റ് മീ സ്മെൽ ദിസ്. ഇതിൻ്റെ സ്മെൽ എനിക്ക് അത്ര ഇഷ്ടമായില്ല. കുറച്ചൊരു കുത്തണ സ്മെൽ. മേ ബി കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവുമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് സെറ്റിൽ ഡൗൺ ആകുമ്പോൾ ഓക്കെ. ബട്ട് എനിക്ക് ബ്ലോസമാണ് കൂടുതൽ ഇഷ്ടമായിട്ടോ. ബട്ട് എനിവേ ദിസ് ഇസ് എ ഗുഡ് ബൈ. ഞാൻ നേരത്തെ ഡേ ക്രീം കാണിച്ച് പറഞ്ഞില്ലേ, ഒരു കോംബോ സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സീറമാണിത്. സെയിം ലോറിയൽ പാരീസിൻ്റെ റിവിക്ടർ ലെഫ്റ്റ് ഹൈലറോണിക് ആസിഡ് ആണിത്. ഇത് ഹൈലറോൺ 1.5% ഹൈലറോൺ പ്ലസ് മൈക്രോ എപ്പിഡെർമിക് ആണുള്ളത്. റീപ്ലംപിംഗ് സിറമാണ്. -60% ഫൈൻ ലൈൻസ്. ഇതൊരു 50 ml സെയിം ആ ഡേ ക്രീമിൻ്റെ അതേ ക്വാണ്ടിറ്റി തന്നെയാണ്. 50 ml തന്നെയാണ്. മറ്റേ ഡ്രോപ്പ് ഉള്ള പാക്കേജിംഗ് ആണ്. ഗ്ലാസ് ബോട്ടിലാണ്. യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് മാത്രം ബബിൾ റാപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മറ്റേ ഹൈലൈറ്ററിൻ്റെ പാലറ്റ് ആയതുകൊണ്ടായിരുന്നു കൊണ്ടാക്കിക്കാനായിട്ട് ബബിൾ റാപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പൊട്ടണില്ലേ, ഇത് വേറൊരു മോഡൽ ബബിൾ റാപ്പാണ്. സോ ഇത് മാർസിൻ്റെ ഒരു ഹൈലൈറ്റർ പാലറ്റ് ആണ്. ഗ്ലോബിസർ പാലറ്റ് ഫേസ് കിറ്റ് എന്ന് പറയുന്ന മാർസിൻ്റെ തന്നെ ഒരു പാലറ്റാണ്. ഇത് ഞാൻ ഉണ്ണി ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് റിമെമ്പർ. ഞാൻ കുറേ വീഡിയോ റെഫറൻസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയില്ല ആരുടെയാണ്. ഓ മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എല്ലാ ഷെയ്ഡും ഉണ്ട്. ഇത് ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ആർ സോർട്ടഡ്. ഐ തിങ്ക് എല്ലാ ഷെയ്ഡും ഉണ്ട്. ഇപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷെയ്ഡ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ചേർന്നില്ലെങ്കിലോ, ഇതാകുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എന്തായാലും മാച്ചാവും. സോ സ്വാച്ച് ടെസ്റ്റ് ചെയ്താലും സോ ഏത് കളറിൽ കിടക്കും. വൗ, സോ പിഗ്മെന്റഡ്.
എല്ലാവരും നോക്കിയിട്ടുണ്ട്. ഇവിടെ ചെയ്താൽ മതിയാ. I'm so excited to use this. എൻ്റെ കയ്യിലൊരു ഹൈലൈറ്റർ പാലറ്റ് ഉണ്ട്, ബട്ട് അത് ഭയങ്കര കേക്കി ആയിട്ട് തോന്നാം. ഇതിലുള്ള ഗ്ലിറ്റേഴ്സ് അങ്ങനെ ഗ്ലിറ്ററി പാർട്ടിക്കിൾസ് ഇല്ല, ഭയങ്കര സട്ടിലായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സും. ഐ എം സോ മച്ച് എക്സൈറ്റഡ് ടു യൂസ് ദിസ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ്. ഇത് വേറൊരു പാക്കേജിൽ ഇങ്ങനെ തന്നെയാണ് വന്നത്. ആൻഡ് ഇറ്റ് ഫീൽസ് ഓഫ് ക്ലംസി ഓപ്പൺ ആയിട്ടാണ് വന്നത്. എസ് ബ്യൂട്ടിയുടെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ആണ്. മേക്കപ്പ് ബ്യൂട്ടി ബഡി ആൻഡ് ഹൈ ഡെഫിനിഷൻ ഫിനിഷ് ക്രിയേറ്റ് എയർ ബ്രഷ് ലുക്ക് എന്നാണ് പറയുന്നത്. സോഫ്റ്റ് ആണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. സോഫ്റ്റ് കുഴപ്പമില്ല, സോഫ്റ്റ് ആണ്, നല്ല രസമുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു സ്റ്റാൻഡ് വന്നിട്ടുണ്ട് ബ്യൂട്ടി ബ്ലെൻഡർ വയ്ക്കാൻ. പക്ഷെ ബ്യൂട്ടി ബ്ലെൻഡറിനെയും വലുതാണ് ഈ സ്റ്റാൻഡ്. നോക്ക്, ബ്യൂട്ടി ബ്ലെൻഡർ ഇസ് സോ ടൈനി ആൻഡ് സ്റ്റാൻഡ് ലുക്സ് സോ ബിഗ്. ബട്ട് കൊള്ളാം. ഈ ബ്യൂട്ടി ബ്ലെൻഡറിനെ കുറിച്ച് കൂടുതൽ എന്നിട്ട് പറയാറ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി ബ്ലെൻഡറാണ്. അടുത്തത് ഇതാണ് നമ്മുടെ ലാസ്റ്റ് പാക്കേജ്. ഇതിലെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അയ്യോ, ഇത് രണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നോക്കാം. ഇത് നമ്മൾ മേക്കപ്പ് മാത്രം ഇട്ടാൽ പറ്റില്ല, അത് ക്ലീൻ ചെയ്യാനുള്ള സാധനം കൂടി വാങ്ങണ്ടേ. സോ ഇത് മിസെല്ല ക്ലെൻസിങ് വാട്ടർ ഓൾ ഇൻ 1 day ആണ്. ഈവൻ ഫോർ സെൻസിറ്റീവ് സ്കിൻ, ക്ലെൻസസ് പ്ലസ് സൂത്തൻസ് പ്ലസ് റിമൂവ്സ് മേക്കപ്സ്, ഫേസ്, ഐസ്, ലിപ്സ്, നോ റിൻസ് ഓഫ്, നോ പെർഫ്യൂം, നോ ആൽക്കഹോൾ, നോ റെസിഡ്യൂ എന്നാണ് പറയുന്നത്. ഇത് 400 ml ആണ്. ഇത് ഞാൻ യൂഷ്വലി കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യാറ്. പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യാറ്. ഈ കണ്ണിൽ കൺവെഷൻ അത് എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് അതാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ക്ലോഗായിട്ട് പോസിലൊക്കെ ഭയങ്കരമായിട്ട് റെസിഡ്യൂസ് ഇരിക്കണം പോലെ തോന്നും. സോ ഐ തോട്ട് ഇത്രയും മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓയിൽ യൂസ് ചെയ്ത ഒന്നും കൂടി സ്കിന്നിന് ഇറിറ്റേറ്റഡ് ആവുമെന്ന് വിചാരിച്ചാണ് ഞാനിത് വാങ്ങിച്ചത്. ഇത് ഗാർണിയറിൻ്റെ സ്കിൻ നാച്ചുറൽസ് ആണ്. And our last package is this. So ഇതിൽ കുറേ സാധനങ്ങളുണ്ട്. വൺ ബൈ വൺ എന്താണെന്ന് നോക്കാമേ. ഫസ്റ്റ് വൺ ഇസ് ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ഇത് ഞാൻ കോംബോ ആയിട്ട് വാങ്ങിച്ചതിലുള്ള ഫേസ് വാഷാണ് ഇത് റിവിറ്റ ലിഫ്റ്റിൻ്റെ ഹൈറലോണിക് ആസിഡ് ഹൈഡ്രേറ്റിംഗ് ജെൽ ക്ലെൻസർ ആണ്. ജെല്ലി ക്ലീൻസ് ആൻഡ് ഹൈഡ്രേറ്റ്സ് ഫോർ പ്ലംപി സ്കിൻ. ഹൈറലോണിക് ആസിഡ് ആണ് ഉള്ളത്. സോ ഈ 3 കോംബോ എന്ന് പറയുന്നത് ഹൈറലോണിക് ആസിഡിൻ്റെ ഒരു കോംബോ ആയിട്ടാണ്. സോ ഈ ഫേസ് വാഷ് ഞാൻ എങ്ങനെയുണ്ടെന്ന് യൂസ് ചെയ്തിട്ട് പറയാം. ഇത് ആ കോംബോ പാക്കിൽ 3 ലോറിയൽ പാരിസിൻ്റെ ഹൈറലോണിക് ആസിഡിൻ്റെ കോംബോ പാക്ക് ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയ ഒരു ഫ്രീബി ആണ്. ഇത് 1.5% ഹെയർലോൺ സീറം ആണ്. സെയിം വേരിയൻറ്റിൻ്റെ തന്നെയാണ്. 7.5 ml ആണുള്ളത് ഇതിൽ. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് ഇസ് ഓൾ ടൈം മൈ ഫേവ്. ഒരു മേക്കപ്പ് കുട്ടിയില്ല, ഒന്നും ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഫേസ് തന്നെ ഒരു ലെഫ്റ്റായി ബ്രൈറ്റൻ അപ്പ് ആയ ഒരു ഫീലാണ്. ഇത് എഗെയിൻ മാർസിൻ്റെ തന്നെ ഒരു ലിപ് ക്രയോൺ ആണ്. ഗേൾ പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഞാൻ ലിപ് ക്രയോൺ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിപ് ക്രയോൺ വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ കളർ ബാർ എന്ന് പറഞ്ഞ ഷെയ്ഡ്. അത് ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. സോ ഞാൻ മാർസിൻ്റെ കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. കൊള്ളാം, നല്ല ഷെയ്ഡാണ്. ഇത് ഗേൾ പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നമ്പർ 10. കൊള്ളാം, നല്ലൊരു ന്യൂഡ് കളർ. ലിപ്സിലിട്ട എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇതൊരു പിങ്കി ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡ്. കൊള്ളാം, നല്ല രസം. മാർസിൻ്റെ അത്രയും പ്രോഡക്റ്റ്സ് നമ്മൾ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ഫ്രീബിയാണ്. ഇതൊരു ഫുൾ സൈസ് ലിപ്സ്റ്റിക് ആണ്. ഇത് മാർസിൻ്റെ പോപ്പൻസ് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റിലുള്ള 23 സ്ട്രൈക്കിംഗ് മജന്ത ആണ്. സോ ഇതിൻ്റെ ഷെയ്ഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമേ. നമുക്ക് ട്രാവൽ സൈസ് ഒരു മിനി സൈസിലുപരി എന്തെങ്കിലും വാങ്ങുമ്പോൾ
ഫുൾ സൈസ് പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഒരു പ്രത്യേകമായിട്ടൊരു ഹാപ്പിനെസ് ആണല്ലേ. സോ ഇത് നമുക്ക് നോക്കാം ഏത് ഷെയ്ഡാണ് ഓപ്പൺ ചെയ്യാം. One eternity later. 2 hours later. 5 hours later. Oh, I thought this is a liquid lipstick, but ഇതൊരു പെൻ ടൈപ്പ് ഇങ്ങനത്തെ തിരിക്കുന്ന സാധനമുള്ള ഒരു പെൻ ടൈപ്പ് മോഡൽ ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് നല്ല ഈസിലി ഗ്ലൈഡ് ആകുന്നുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഷെയ്ഡ്, നല്ലൊരു മജന്ത. എനിക്ക് ചേരുമെന്ന് അറിയില്ല, ബട്ട് ലെറ്റ്സ് ട്രൈ ദിസ്. നല്ലൊരു മജന്ത, നല്ല രസമുണ്ട് ഷെയ്ഡ് കാണാനായിട്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഞാൻ വാങ്ങിച്ചതിൽ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് കെ ബ്യൂട്ടിയുടെ ബ്ലഷ് ആണ്. ഞാൻ യൂഷ്വലി ബ്ലഷ് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പം ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് മീൻസ് ഇത് ഓർഡർ ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ആ സെയിം ലിപ്സ്റ്റിക് ഞാൻ ബ്ലഷ് ആയിട്ട് അപ്ലൈ ചെയ്തത് എനിക്ക് ആ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ ഞാൻ അങ്ങനെ കുറേ സെർച്ച് ചെയ്തു, കെ ബ്യൂട്ടിയുടെ ബ്ലഷിനെ പറ്റി കുറേ അടിപൊളി റിവ്യൂസ് കേട്ടു. ബട്ട് ഇറ്റ് ഈസ് എക്സ്പെൻസീവ് സൈഡാണ്. ഞാൻ സ്റ്റാർട്ടിങ് ആസ് എ ബിഗിനർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് കുറേ ആലോചിച്ചു. പിന്നെ ഹോട്ട് പിക്സലിൻ്റെ സമയത്ത് നമുക്ക് അടിപൊളി ഡെയിലി കിട്ടില്ലേ, അപ്പോൾ പിന്നെ ഒന്ന് നോക്കണമെന്ന് വാങ്ങിച്ചു. ഇത് കെ ബ്യൂട്ടിയുടെ ക്രീം ബ്ലഷ് ആണ്, എൻറിച്ച്ഡ് വിത്ത് ക്രാൻബെറി പ്ലസ് അവക്കാഡോ ഓയിൽ. ഇത് ഫ്ലർട്ടി ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഫൈനലി ഇതെൻ്റെ കയ്യിൽ വന്നു ഗൈസ്. നമുക്കത് എൻ്റെ ഷെയ്ഡ് നോക്കാമേ. കൈ താഴെയാണ്. So this is the shade. I don't know whether the camera is doing the justice. First time blush ഇടുന്നവരാണെങ്കിൽ you must try this shade. നല്ലൊരു നാച്ചുറൽ ഫിനിഷ് ആണ് തരുന്നത് ആൻഡ് ഈസിലി ബ്ലെൻഡ് ആവുന്നുണ്ട്. എനിക്കിത് ഭയങ്കര ഇനി ലിപ്സ്റ്റിക്കും ബ്ലഷ്, ദിസ് ഇസ് ഗോണ ബി മൈ ഗോ ടു മേക്കപ്പ്. ലവ് ദിസ്. സോ ഈ പ്രോഡക്റ്റ്സ് കൂടാണ്ട് ഫൗണ്ടേഷനും കൺസീലറും ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ എനിക്ക് ഓൺലൈനിൽ വാങ്ങാനായിട്ടൊരു പേടി. എൻ്റെ ഷെയ്ഡ് എനിക്ക് അത്ര കറക്റ്റായിട്ട് നോക്കാൻ അറിയില്ല, വാങ്ങാൻ അറിയില്ല ആസ് എ ബിഗിനർ. സോ ഞാൻ സ്റ്റോറിൽ നൈക്കിയുടെ സ്റ്റോറിൽ പോയി വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടുന്ന് ഫൗണ്ടേഷനും കൺസീലറും പിന്നെ ലിപ്സ്റ്റിക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കാവേ. ഇതാണത് ഫൗണ്ടേഷൻ. ഞാൻ മെബലിൻ്റെ ഫൗണ്ടേഷൻ ഇതിനു മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് എൻ്റെ സ്കിന്നിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ഭയങ്കര ഒരു ഡൾ ലുക്ക് തരുന്ന പോലെ തോന്നി. അപ്പോൾ ഐ വാസ് പ്രിറ്റി മച്ച് ഷുവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫൗണ്ടേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഒരു 1500 ആണ് എൻ്റെ ഒരു ബഡ്ജറ്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ഇട്ടതാണ്. അതിട്ടപ്പോൾ എനിക്ക് അത്ര നന്നായിട്ട് കവറേജ് ഉള്ള പോലെ തോന്നിയില്ല. ഒരു വെഡിങ് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഷുഡ് ലാസ്റ്റ് ലോങ്, മോർണിംഗ് ടു ഈവനിങ് വരെ ഒരു ഫംഗ്ഷനിൽ ഇറ്റ് ഷുഡ് ലാസ്റ്റ് ലോങ് റൈറ്റ്. സോ അവരെനിക്ക് പിന്നെ വേറെ ഏതൊരു ഫൗണ്ടേഷൻ കൂടി കാണിച്ചു തന്നു. അതിൻ്റെ മിനി സൈസ് 1500 ആണെന്ന് പറഞ്ഞിട്ട്. ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം. ഓക്കെ, പിന്നെ എനിക്കൊരു ഷാർലറ്റ് ടിൽബറിയുടെ ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. അത് ഈസ് ക്വൈറ്റ് എക്സ്പെൻസീവ് ആസ് എ ബിഗിനർ. അത് ഭയങ്കര വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ യൂസ് ചെയ്യുന്നതാണ് എയർ ബ്രഷ് ഫിനിഷ് തരാനായിട്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പോയ ടൈമിൽ 20% ഓഫ് ഉണ്ടായിരുന്നു. നല്ലൊരു ഗുഡ് ബൈ ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് ഫേസിലിട്ടപ്പോൾ നല്ല കംഫർട്ടായിരുന്നു, ഇട്ട പോലെ ഫീൽ ഉണ്ടായിരുന്നില്ല. നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കവറേജ്, സൂപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ അതന്നെ വാങ്ങിച്ചു. ബട്ട് ഇപ്പം എനിക്ക് കുറച്ച് റിഗ്രറ്റ് ഉണ്ട്, ഇത്രയും വില കൂടുതലുള്ള ഫൗണ്ടേഷൻ വാങ്ങണമായിരുന്നു എന്ന് വിചാരിച്ചിട്ട്. ഇതാണ് ആ ഫൗണ്ടേഷൻ, ഷാർലറ്റ് ടിൽബറിയുടെ.
ഫൗണ്ടേഷൻ ആണ്. എയർ ബ്രഷ് ഫ്ലോലെസ്, സ്റ്റേസ് ഓൾ ഡേ ആൻഡ് നൈറ്റ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഷാലറ്റ് ലിബ്രയുടെ 8 വാം ചൗഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. 8 വാം ആണ്, CHAUD ആ ഷെയ്ഡിൻ്റെ പേരാണ്. തുറന്നു നോക്കാം. Look at this, oh my god. Oh my god. Look at this packaging. Such a premium and class packaging. കൊള്ളാലേ? ഇത് നമ്മൾ കയ്യിൽ വെറുതെ ഇടുമ്പോൾ നമുക്കിത് ചേരാത്ത പോലെ തോന്നുന്നു. പക്ഷെ വൺസ് ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് വൺ ഇസ് എ സൂപ്പർ ഫൗണ്ടേഷൻ ആണ്. ഇത് നമുക്ക് പമ്പ് പാക്കേജിങ് തന്നെയാണ്. കുറച്ച് ഇത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ലൈറ്റ് പോലെ തോന്നും. ബട്ട് വൺസ് ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് വൺ ഇസ് എ ഗ്രേറ്റ് ഫൗണ്ടേഷൻ. എനിക്ക് നന്നായിട്ട് ചെയ്യുന്ന പോലെ തോന്നിയും. അടിപൊളി ഫൗണ്ടേഷനാണ്, എനിക്കിഷ്ടമായി. ഇപ്പം ഞാൻ കോമഡി പീസ് വരെ ഉണ്ടാവും. ഇവിടെ ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല, ഇവിടെ ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ബ്ലെൻഡ് ചെയ്യുന്നൊരു നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു ഇഷ്യൂ ആണ്. ബട്ട് ലുക്ക് അറ്റ് ഈ സൈഡിൽ കുറച്ചുകൂടി ബ്രൈറ്റൻ അപ്പ് ആയ പോലെ ഇല്ലേ ഈ സൈഡിൽ കമ്പയർ ചെയ്യുമ്പോൾ. സോ അതാണിത്. എനിക്ക് ഹെൽപ്പ് ചെയ്ത അവിടുത്തെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാലറ്റ് ലിബ്രയുടെ ഫൗണ്ടേഷൻ ആണെങ്കിൽ കൺസീലറിൻ്റെ ആവശ്യമില്ല. ബട്ട് നമ്മളെപ്പോഴും ഫൗണ്ടേഷൻ ഇടില്ലല്ലോ. സോ ഒരു ബാക്കപ്പ് പോലെ ഞാനൊരു കൺസീലർ വാങ്ങിച്ചു. ഇത് കെ ബ്യൂട്ടിയുടെ HD ലിക്വിഡ് കൺസീലർ ആണ്. എൻറിച്ച് വിത്ത് മൗല പ്ലസ് റോസ് ഹിപ്പ് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 175 വൈറ്റ് ടാൻ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇതാണ്. ഇതും ഒരു ഗ്ലാസ് പ്ലാസ്റ്റിക് ആണെന്ന് അറിയില്ല, ബട്ട് ലുക്സ് ലൈക്ക് ഗ്ലാസ്. ഇതാണ് എൻ്റെ ഷെയ്ഡ്. ഈസിലി ബ്ലെൻഡ് ആവുന്നുണ്ട്. നല്ല ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നി. അവിടെ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല കംഫർട്ടായിരുന്നു. നല്ല കേക്കി ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. എൻ്റെ ഫൈൻ ലൈൻസിലേക്കൊന്നും ഇറങ്ങി ചെന്നില്ല ഞാനിത് ഇട്ട് നോക്കിയിട്ട്. അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഈ നൈക്ക ഹോളിത്തെ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷനിൽ പോകുമ്പോൾ ന്യൂഡൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി ഭയങ്കര സട്ടിൽ ലുക്കായിരിക്കും. സോ ഫേസ് ഒക്കെ ഒന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യാനായിട്ട് എനിക്കൊരു റെഡ് ഷെയ്ഡ് വേണമായിരുന്നു. ഞാൻ ഇതുവരെയും റെഡ് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. സോ ഇത് നൈക്കയുടെ മാച്ച് ടു ലാസ്റ്റിൻ്റെ മഹാറാണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ആൻഡ് ദിസ് കംസ് വിത്ത് എ പാക്കേജ് ലൈക്ക് ദിസ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണോ അല്ല അങ്ങനത്തെ ഇതൊക്കെയാണെന്ന് എനിക്കറിയില്ല. ലിക്വിഡ് ലിപ്സ്റ്റിക് യൂഷ്വലി ലാസ്റ്റ് ലോങ്, അതുകൊണ്ടാണ് ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക് വാങ്ങിച്ചത്. ആൻഡ് ദിസ് ഇസ് ദ ഷെയ്ഡ് മഹാറാണി. ഇതിൽ തന്നെ ഞാൻ നല്ലൊരു റെഡ് ഷെയ്ഡാണ്. ഇതാണ് നല്ലൊരു റെഡ് ഷെയ്ഡാണ്. എനിക്ക് സ്യൂട്ടബിൾ ആയുള്ള പോലെ തോന്നി. എൻ്റെ ലിപ്സ് കുറച്ച് പിഗ്മെൻറ്റഡ് ആയതുകൊണ്ട് കുറച്ച് ഡാർക്ക് ലിപ്സ്റ്റിക് ആണ്. കൂടുതൽ പിങ്ക്സിനെയും ഇതേപോലത്തെ ന്യൂഡ് ബ്രൗൺ റെഡ്സ് ഒക്കെയാണ് കൂടുതൽ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഇതിട്ടത്. ഇതിൻ്റെ കുറച്ച് ഫേസ് കുറച്ച് ബ്രൈറ്റൻ ആവുന്ന പോലെ തോന്നി.